അരുൺ പൂപ്പറമ്പയാണ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നത് കണ്ണൂർ കൊട്ടിയൂരിൽ നിന്ന്. അരുൺ, ഈ വലിയ ദുരിതത്തിലാണല്ലോ ഈ മഴയെ തുടർന്ന് കണ്ണൂർ കൊട്ടിയൂർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? കൊട്ടിയൂരിൽ നമുക്കറിയാം ഉത്സവം നടക്കുകയാണ്. ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അവിടുത്തെ പുഴയിൽ വലിയ രീതിയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ട്. അവിടെ അതിനിടെയാണ് രണ്ട് ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങൾ കൊട്ടിയൂരിൽ നിന്ന് പുറത്തു വന്നത്. അവിടെ ഉത്സവത്തിന് ദർശനത്തിനെത്തിയ രണ്ട് യുവാക്കളെ കാണാതായി എന്ന പരാതി ഉയർന്നിട്ടുണ്ട്. കാണാതായി എന്ന വിവരം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് കാഞ്ഞങ്ങാട് സ്വദേശിയാണ്. കാഞ്ഞങ്ങാട് സ്വദേശിയായിട്ടുള്ള അഭിജിത്തിനെയാണ് കാണാതായത്. സുഹൃത്തുക്കൾക്കൊപ്പം ഈ ക്ഷേത്രത്തിൽ ദർശനത്തിന് വന്നതാണ്. 21 അംഗ സംഘം കാഞ്ഞങ്ങാട് നിന്നും അവർ എത്തിയതാണ്. അവിടെ ഈ ബാവലിപ്പുഴയിൽ കുളിക്കാൻ സുഹൃത്തുക്കൾക്കൊപ്പം ഇറങ്ങിയിരുന്നു. അതിനുശേഷം അവർ കരയിലേക്ക് കയറി ഫോട്ടോ എടുക്കുന്ന വിവരം അവരറിഞ്ഞത്, ആ സംഘത്തിൽ അഭിജിത്ത് ഇല്ല എന്നറിഞ്ഞത്. അതിനുശേഷം പോലീസിന് പരാതി നൽകി, ഫയർഫോഴ്സിനെ ഉൾപ്പെടെ വിവരം അറിയിച്ചു. ഈ അഭിജിത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ അവിടെ തുടരുകയാണ്. പക്ഷേ ഇതുവരെ അഭിജിത്തിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ പുഴയിൽ ഒഴുക്കിൽപ്പെട്ടു എന്ന സംശയം തന്നെയാണ് സുഹൃത്തുക്കൾ പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെ കോഴിക്കോട് അത്തോളി സ്വദേശിയായിട്ടുള്ള നിഷാദിനെ അവിടെ ദർശനത്തിലെത്തിയ പരാതി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഭാര്യയ്ക്കൊപ്പമാണ് ഉത്സവത്തിന് എത്തിയത്. ഭാര്യയാണ് ഈ പരാതി നൽകിയത്. അതും ഈ ബാവലിപ്പുഴയിൽ കുളിക്കാൻ നിഷാദ് ഇറങ്ങിയിരുന്നു. അതിനുശേഷമാണ് കാണാതായത് എന്ന വിവരമാണ് ഇപ്പോൾ ഭാര്യ പോലീസിന് നൽകിയിട്ടുള്ളത്. ഇവർ രണ്ടുപേരും ഒഴുക്കിൽപ്പെട്ടു എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെ മുങ്ങൽ വിദഗ്ധരുൾപ്പെടെ ഈ ബാവലിപ്പുഴയിൽ ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ശക്തമായ ഒഴുക്കാണ്. അതോടൊപ്പം തന്നെ ജലനിരപ്പ് കാര്യമായി തന്നെ ഉയർന്നിട്ടുണ്ട്. ശരി അരുൺ, ഏതായാലും രണ്ടുപേരെ കാണാതായിട്ടുണ്ട്. അവിടെ അവർ കൊട്ടിയൂരിൽ എത്തിയതാണ്, ബാവലിപ്പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയതാണ്. ആ രണ്ടുപേരെയും ഇപ്പോൾ കാണാതായിരിക്കുന്നു എന്നതാണ് വിവരം. അവർക്കായുള്ള തിരച്ചിൽ അവിടെ നടക്കുകയാണ്. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്.